നമസ്കാരം. ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം പ്രവാസികളാണ്. പ്രവാസികൾ എന്ന് വെച്ചാൽ ഡയസ്പറ എന്നറിയപ്പെടുന്ന ഈ പ്രവാസി സമൂഹം ലോകത്തിൻ്റെ എല്ലാ കോണുകളിലേക്കും പടർന്നിരിക്കുന്നു. ഈ പ്രവാസി സമൂഹം ഇന്ത്യയുടെ പുനർനിർമ്മാണത്തിനും ഇന്ത്യയുടെ വളർച്ചയ്ക്കും നൽകുന്ന സംഭാവന ചില്ലറയല്ല. ഏതെങ്കിലും ഒരു രാജ്യത്തെ പൗരന്മാർക്ക് മറ്റൊരു രാജ്യത്തെ തൊഴിൽപരമായോ മറ്റ് ജീവിത സാഹചര്യങ്ങൾ കൊണ്ടോ ജീവിക്കേണ്ടി വരികയും അവർ അവരുടെ മാതൃരാജ്യത്തിൻ്റെ സംസ്കാരവും പാരമ്പര്യവും നിലനിർത്താൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് അവർ പ്രവാസികളാവുന്നത്. അല്ലെങ്കിൽ അവർ പ്രവാസികളല്ല, അവർ ആ രാജ്യത്തിൻ്റെ ഭാഗമാണ്. ഇന്ത്യക്കാർ ഈ പ്രവാസി പൈതൃകം നന്നായി കാത്തു സൂക്ഷിക്കും. അവർ അവരുടേതായ സാംസ്കാരികോത്സവങ്ങളും ഭാഷാ അസോസിയേഷനുകളും ഒക്കെ രൂപീകരിച്ച് പാരമ്പര്യം നിലനിർത്തും. അവർ നാട്ടിലേക്ക് അയക്കുന്ന പണം ചില്ലറയല്ല. ഇന്ത്യൻ 130 ബില്യൺ അമേരിക്കൻ ഡോളറാണ് ഓരോ വർഷവും ഇന്ത്യയിലേക്ക് പ്രവാസികൾ അയക്കുന്ന പണം. അതായത് ഏതാണ്ട് 1,20,000 കോടി രൂപ വരും. അതിന് തൊട്ട് താഴെ രണ്ടാം സ്ഥാനത്ത് അമേരിക്കയുടെ അയൽ രാജ്യമായ മെക്സിക്കോയാണ്. അവർ ഇന്ത്യക്കാർ അയക്കുന്നതിന് പകുതി പോലും അയക്കുന്നില്ല, 60 ബില്യൺ ആണ്. ഫിലിപ്പൈൻസ് മൂന്നാം സ്ഥാനത്ത് 40 ബില്യൺ, ചൈന നാലാം സ്ഥാനത്ത് 30 ബില്യൺ, പാകിസ്ഥാൻ അഞ്ചാം സ്ഥാനത്ത് 28 ബില്യൺ. എന്ന് വെച്ചാൽ ഇന്ത്യൻ GDPക്കും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്കും NRI റെമിറ്റൻസ് നിർണായകമായ പങ്ക് വഹിക്കുന്നു. എന്ന് മാത്രമല്ല, രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും വികസനത്തിനും ഈ പ്രവാസികളുടെ പങ്ക് നിസ്സാരമല്ല. സോഷ്യൽ മീഡിയയിൽ ഏറ്റവും സജീവമായി നിലകൊള്ളുന്നതും ഇക്കൂട്ടർ തന്നെ. പ്രവാസികളെ നമുക്ക് രണ്ടായി തരംതിരിക്കാം: ഇന്ത്യൻ പൗരത്വമുള്ള പ്രവാസികളും വിദേശ പൗരത്വമുള്ള പ്രവാസികളും. ഇന്ത്യൻ പൗരത്വമുള്ള പ്രവാസികൾ കൂടുതലും ഗൾഫ് രാജ്യങ്ങളിലാണ്. ഈ രാജ്യങ്ങളിലെ പൗരത്വം നേടിയെടുക്കുക വളരെയേറെ പ്രയാസമാണ്. ചില രാജ്യങ്ങൾ പൗരത്വമേ കൊടുക്കില്ല, ചില രാജ്യങ്ങൾ പൗരത്വം കൊടുക്കുന്നെങ്കിലും അതിശക്തമായ നിയന്ത്രണങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഖത്തറിൽ ഒരു വർഷം 50 വിദേശികൾക്ക് മാത്രമേ പൗരത്വം കൊടുക്കൂ. ഒരുപാട് മാനദണ്ഡങ്ങൾ കടന്നു വേണം ഈ 50-ൽ കടന്നുകൂടാൻ. ഒരു ക്രിമിനൽ കേസും ഉണ്ടാവാൻ പാടില്ല, മെച്ചപ്പെട്ട സാമ്പത്തിക അവസ്ഥ ഉണ്ടാവണം, 25 വർഷം തുടർച്ചയായി ഖത്തറിൽ ജീവിച്ചിരിക്കണം. ഇങ്ങനെ ഒരുപാട് നിബന്ധനകൾ. അങ്ങനെ പൗരത്വം ലഭിച്ച ഒരു മലയാളിയുടെ മകനാണ് ഇക്കുറി ഖത്തർ ഫുട്ബോൾ വേൾഡ് കപ്പ് ടീമിൽ കയറിപ്പറ്റിയ തഹ്സീൻ മുഹമ്മദ് ജംഷീദ്. ഇങ്ങനെ വളരെ 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 കുറച്ചു പേർക്ക് മാത്രമേ ഈ അവകാശം ഗൾഫ് രാജ്യങ്ങളിൽ ലഭിക്കാറുള്ളൂ എന്നതുകൊണ്ട് തന്നെ ഗൾഫിലുള്ള ഒട്ടുമിക്ക ഇന്ത്യക്കാരും ഇന്ത്യൻ പൗരത്വം കാത്തു സൂക്ഷിക്കുന്ന എല്ലാ ഇന്ത്യൻ പൗരന്മാരുടെയും അവകാശമുള്ള, ലോകത്തെവിടെ ക്രിമിനൽ അവകാശമുള്ളവരാണ്. ലോകത്തെവിടെ അവർ ക്രിമിനൽ കുറ്റം ചെയ്താലും ഇന്ത്യയിൽ അവർക്കെതിരെ കേസെടുക്കാനും പറ്റും. അവകാശമുള്ളതുപോലെ തന്നെയുടെ ബാധ്യതയാണ്. എന്നാൽ രണ്ടാമത്തെ കൂട്ടരുണ്ട് വിദേശ പൗരത്വമുള്ള പ്രവാസികൾ. അവർ പൊതുവെ കാണപ്പെടുന്നത് പാശ്ചാത്യ രാജ്യങ്ങളിലാണ്. ഈ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഒരു നിശ്ചിത കാലം പണിയെടുത്താൽ അവിടുത്തെ പൗരത്വം ലഭിക്കും. ഓസ്ട്രേലിയയിലും അമേരിക്കയിലും കാനഡയിലുമൊക്കെ പെർമനന്റ് റെസിഡന്റ് എങ്കിൽ സ്ഥിര താമസക്കാരനായി വിസ എടുത്തു പോകാൻ കഴിയും. ഒരു നിശ്ചിത കാലയളവ് കഴിയുമ്പോൾ പൗരത്വം ലഭിക്കാനും തടസ്സങ്ങളൊന്നുമില്ല. ബ്രിട്ടനിലാവട്ടെ നിയമപരമായി എത്തുന്ന ആർക്കും സ്റ്റുഡൻറ് വിസയ്ക്കോ വിസിറ്റിംഗ് വിസയ്ക്കോ ബാധകമല്ല. വർക്ക് വിസയ്ക്കോ ബിസിനസ് വിസയ്ക്കോ ഇവരുടെ ആശ്രിതർക്കോ ഒക്കെ 5 വർഷം അവിടെ പണി ചെയ്താൽ ചില പരീക്ഷകളൊക്കെ പാസ്സാകണമെന്ന് മാത്രമേ ഉള്ളൂ. ആ 5ാം വർഷം PR കിട്ടും. അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞാൽ സിറ്റിസൺഷിപ്പ് കിട്ടും. ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിക്കണം എന്നൊന്നും ആ രാജ്യത്ത് നിബന്ധനയില്ല. ഖത്തറിലുണ്ട്. എന്നാൽ ഇന്ത്യ ഇരട്ട പൗരത്വം അനുവദിക്കാത്തത് കൊണ്ട് പാശ്ചാത്യ രാജ്യങ്ങളിൽ അതാത് രാജ്യങ്ങളിലെ പൗരത്വം നേടുന്ന മനുഷ്യർ ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിക്കണം. ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ചില്ലെങ്കിൽ അത് ക്രിമിനൽ കുറ്റമാണ്. കാരണം നമ്മൾ ഡ്യുവൽ സിറ്റിസൺ, നമ്മൾ ഇരട്ട പൗരത്വം അംഗീകരിക്കുന്നില്ല. അങ്ങനെ മാറുന്ന ഇന്ത്യക്കാർക്ക് ഇന്ത്യയിൽ വരാതിരിക്കാൻ കഴിയില്ല. അവർക്ക് ഇന്ത്യയിൽ ഫൈനാൻഷ്യൽ ആക്ടിവിറ്റീസ് ഉണ്ട്, അവരുടെ ബന്ധുക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്, മാതാപിതാക്കളുണ്ട്. ബ്രിട്ടനിൽ ആയിരക്കണക്കിന് മലയാളികൾ ബ്രിട്ടീഷ് പൗരത്വമുള്ള, എന്നാൽ അവരുടെ മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെ നാട്ടിലുള്ളവരാണ്. അവർക്ക് നിരന്തരം നാട്ടിൽ വന്നുകൊണ്ടിരിക്കണം. അവർക്ക് നാട്ടിൽ സ്വത്തുക്കളുണ്ട്, അവർക്ക് നാട്ടിൽ സാമ്പത്തിക ഇടപാടുകളുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ആദ്യകാലത്തൊക്കെ വിസയായിരുന്നു. പിന്നീട് OCI എന്ന് പറയുന്നൊരു സമ്പ്രദായം വരുന്നു, ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇന്ത്യൻ പൗരത്വമില്ല, വിദേശ പൗരത്വം തുടരാം, എന്നാൽ ഓവർസീസ് സിറ്റിസൺ എന്ന നിയന്ത്രിത അധികാരങ്ങളുള്ള ഒരു ഇന്ത്യൻ പൗരത്വം ലഭിക്കും. എന്ന് വെച്ചാൽ വോട്ടവകാശമില്ല, ഈ രാജ്യത്തെ പൗരന്മാർക്കുള്ള മൗലികാവകാശമില്ല, രാഷ്ട്രീയ അധികാരങ്ങളൊന്നുമില്ല, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയില്ല, നിലവിലുള്ള സ്വത്തിൻ്റെ അവകാശം തുടരാം, അതുപോലെ തന്നെ പുതിയ സ്വത്തുക്കൾ ആർജിക്കാൻ ചില നിയന്ത്രണങ്ങളോടെ അനുവദിക്കും. അങ്ങനെ ഇന്ത്യക്കാരെ പോലെ തന്നെ എന്നാൽ ചില അവകാശങ്ങൾ ഇല്ലാതെ ഇക്കൂട്ടർക്ക് വരാൻ കഴിയും. പൊതുവെ ഇത് വലിയ ആശ്വാസമായി
ഈ OCI കാർഡ് എല്ലാവരും എടുത്തു വയ്ക്കും. എപ്പോൾ വേണമെങ്കിലും പാസ്പോർട്ട് ഉള്ളവരെ പോലെ ഇവിടെ എത്താൻ കഴിയും. പക്ഷെ അതിന് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒന്നാമത്തേത് ഇത് അപേക്ഷിച്ച് കിട്ടണമെങ്കിൽ ഒരുപാട് നൂലാമാലകളാണ്. അതായത് രാജ്യത്തെ എംബസിയിലോ കോൺസുലേറ്റിലോ ഒക്കെ പോവണം, ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കണം. നിരവധി കടമ്പകൾ കടന്നാൽ മാത്രമേ കിട്ടൂ. സമയമെടുക്കും ഒരു OCI കാർഡ് കിട്ടാൻ. മാത്രമല്ല അതാത് രാജ്യത്തെ പാസ്പോർട്ട് പുതുക്കുമ്പോൾ വീണ്ടും OCI കാർഡ് എടുക്കണം. ഇങ്ങനെ അടിമുടി ചുവപ്പ് നാടയിൽ കുടുങ്ങിക്കിടക്കുന്നത് കൊണ്ട് പലരും OCI കാർഡ് എടുക്കുമായിരുന്നില്ല. മാതാപിതാക്കൾക്കുണ്ടെങ്കിലും മക്കൾക്ക് എടുക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായി. കാരണം മക്കൾക്ക് മാതാപിതാക്കളുടെ അത്രയും ആവേശമില്ല നാട്ടിലേക്ക് വരാൻ. അതുകൊണ്ട് മക്കൾ വരേണ്ട സാഹചര്യമുണ്ടെങ്കിൽ വിസിറ്റിംഗ് വിസ എടുത്ത് വരുന്ന സാഹചര്യമായിരുന്നു നിലനിന്നത്. എന്നാൽ ചുവപ്പ് നാട കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഴിച്ചിരിക്കുകയാണ്. OCI കാർഡ് ഇലക്ട്രോണിക് വേർഷനിലേക്ക് മാറ്റി. ഇനി മുതൽ ഈ OCI കാർഡായിരിക്കും. എന്ന് വെച്ചാൽ ഒരാൾക്ക് ഒരു OCI കാർഡിന് അപേക്ഷിക്കണമെങ്കിൽ ഡോക്യുമെന്റുകളുമായി കോൺസുലേറ്റിലോ എംബസിയിലോ VFSലോ ഒന്നും പോവേണ്ടതില്ല. നേരെ OCI കാർഡിന് ഒരു പ്രത്യേക വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിലേക്ക് കയറുക. ചോദിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫില്ല് ചെയ്ത് രേഖകളും കൊടുക്കുക. നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി വേണം. അതിന് ചില നിബന്ധനകളുണ്ട്. നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി OCIservices.gov.in എന്നാണ് വെബ്സൈറ്റ്. നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ എളുപ്പത്തിൽ കണ്ടെത്താൻ പറ്റും. എന്നിട്ട് ഈ വെബ്സൈറ്റിൽ കയറിയിട്ട് അതിൽ ചോദിച്ചിരിക്കുന്ന മുഴുവൻ കാര്യങ്ങൾ, നിങ്ങളുടെ പാസ്പോർട്ട്, ഏറ്റവും പുതിയ ഫോട്ടോ, നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള സംവിധാനങ്ങൾ, അങ്ങനെ ആവശ്യമായിരിക്കുന്ന എല്ലാ രേഖകളും കൊടുക്കുക. അങ്ങനെ സബ്മിറ്റ് ചെയ്താൽ അതിന് അപ്രൂവൽ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക. അപ്രൂവൽ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പ്രിൻ്റ് എടുത്ത് ലാമിനേറ്റ് ചെയ്ത് ഒരു കാർഡാക്കി സൂക്ഷിച്ചാൽ നിങ്ങളുടെ OCI കാർഡായി. ഇങ്ങനെ ഒരു OCI കാർഡിന് വേണ്ടി എംബസിയിലേക്കോ കോൺസുലേറ്റിലേക്കോ VFSലേക്കോ ഒന്നും നിങ്ങൾ പോവേണ്ടതില്ല. എന്ന് മാത്രമല്ല, നിങ്ങളുടെ വിദേശ പാസ്പോർട്ട് പുതുക്കുന്ന സമയത്ത് ആ പാസ്പോർട്ട് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. നിങ്ങളുടെ OCI കാർഡ് അങ്ങനെ തന്നെ നിലനിൽക്കും. ആ നിങ്ങളുടെ OCI നമ്പരും മാറുകയില്ല. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. ഓരോ തവണ നിങ്ങൾ പാസ്പോർട്ട് പുതുക്കുമ്പോൾ OCI കാർഡ് പുതുക്കാൻ പോകണമായിരുന്നു. ആ നൂലാമലയും ഇല്ലാതായിരിക്കുന്നു. എന്ന് മാത്രമല്ല, ഈ OCI ആണ്, അത് എപ്പോഴും ലഭ്യമാണ്. അതിന് നമ്പർ ഇട്ടാൽ നമ്മുടെ ആധാർ പോലെ തന്നെ വിശദാംശങ്ങൾ സർക്കാർ അധികാരികൾക്ക് കിട്ടും, വിമാനത്താവളത്തിൽ ലഭിക്കും. അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോവുകയോ കീറിപ്പോവുകയോ ഒന്നും ചെയ്താലും ഭയപ്പെടേണ്ടതില്ല. ഒരു പ്രിന്റ് കൂടി എടുത്ത് കയ്യിൽ വെച്ചാൽ മതിയാവും. നിലവിൽ OCI കാർഡുള്ളവർക്ക് ഈ വെബ്സൈറ്റിൽ പോയി ഈ OCI കാർഡ് എടുക്കാം. അങ്ങനെ പ്രവാസികൾക്കും അവരുടെ മക്കൾക്കും OCI കാർഡ് എടുത്ത് സുഗമമായി ഇന്ത്യയിലേക്ക് വരാനുള്ള സംവിധാനം തുടങ്ങിയിരിക്കുന്നു. 2 ദിവസം മുമ്പാണ് അമിത്ഷാ ഇത് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത്. അതിലേക്കൊരു പ്രവേശനം ഇപ്പോൾ ഏതാണ്ട് 50 ലക്ഷത്തിലധികം ആളുകൾക്ക് ഇപ്പോൾ തന്നെ OCI കാർഡുണ്ട്. അവരെല്ലാം കൂടി ഇടിച്ചു കയറുന്നതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഒരു പക്ഷേ അത് കിട്ടിയെന്ന് വരില്ല. കാരണം എല്ലാവരും ഇടിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. ആ വെബ്സൈറ്റ് കിട്ടിയില്ലെങ്കിൽ വീണ്ടും ശ്രമിക്കുക, നിങ്ങൾക്കത് ലഭിക്കും. ഏറെ വൈകാതെ തന്നെ നിങ്ങൾക്ക് ഈ OCI കാർഡ് ഓൺലൈൻ വഴി എടുക്കാം. നിങ്ങളുടെ മക്കൾ ഈ നൂലാമാലകളെ ഭയന്ന് OCI എടുക്കാതിരിക്കാൻ എനിക്കറിയാം. പലരെയും മക്കൾക്ക് ഇതിൻ്റെ ഒന്ന് പറയാൻ നടക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അവരാരും എടുക്കാറില്ല. അവർക്കൊക്കെ ഇപ്പോൾ OCI കാർഡ് എടുക്കാൻ സാഹചര്യം ഒരുങ്ങിയിരിക്കുന്നു. വലിയൊരു ചുവപ്പ് നട പ്രവാസികൾക്ക് വേണ്ടി അഴിച്ചു കളഞ്ഞിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ.